എല്ലാവർക്കും നമസ്കാരം. നാരായണ ഗുരുവിനെ സംബന്ധിച്ച് സാധാരണ കേട്ടുപോരാറുള്ള ഒരു കാര്യമാണ് നാരായണ ഗുരു ദൈവമാണോ എന്ന ചോദ്യം. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. നാരായണ ഗുരു ദൈവമാണോ എന്ന ചോദ്യത്തെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് നാരായണ ഗുരു, രണ്ട് ദൈവം. ഈ രണ്ട് സംഗതികളും എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടെങ്കിലേ നമുക്ക് ഏറെക്കുറെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഗതികളെയും നമുക്ക് വേറെ വേറെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. നാരായണ ഗുരു ദൈവമാണ് എന്നതാണല്ലോ പരാമർശം. അതുകൊണ്ട് ഒന്നാമത് ദൈവം എന്താണ് എന്നും ഗുരു എന്താണ് എന്നും നമുക്ക് പരിശോധിക്കണം. പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാർ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും നാരായണ ഗുരു തന്നെ ഈ വിഷയം വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളതങ്ങ് തെറ്റില്ലാതെ മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. ഈ വിഷയം ശരിയായി മനസ്സിലാക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും വലിയ തടസ്സം ദൈവമെന്നത് എവിടെയോ ഒരിടത്തിരുന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും മനുഷ്യരുടെ ഓരോരുത്തരുടെയും പ്രവർത്തികൾ ചൂഴ്ന്നു നോക്കുകയും അവന് ശിക്ഷയും പ്രതിഫലവുമൊക്കെ നൽകുകയും പ്രീതിപ്പെടുത്തലിൽ ആഹ്ലാദിക്കുകയും അനുഗ്രഹിക്കുകയും ഇകഴ്ത്തലിൽ കോപിക്കുകയുമൊക്കെ ചെയ്യുന്ന നിലവാരത്തിലുള്ള സർവശക്തനായ ഒരാളോ ശക്തിയോ ആണ് ദൈവം എന്ന ആധ്യാത്മിക ശാസ്ത്രവിരുദ്ധമായ കാഴ്ചപ്പാട് തന്നെയാണ്. മറ്റൊരു കൂട്ടരാകട്ടെ ആൾദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവരിലോ പതിയെ ഭക്തന്മാരാൽ ദൈവം എന്ന നിലയിലേക്ക് പരിവർത്തനപ്പെട്ടവരെയോ ഒക്കെയാകാം ദൈവം എന്ന് കരുതുന്നത്. ഇപ്പറഞ്ഞ നിലവാരത്തിലുള്ള ദ്വൈതപരമായ കാഴ്ചപ്പാടുകൾ ഏതെങ്കിലും ഒരു തരത്തിൽ മനസ്സിൽ പതിഞ്ഞവരെ സംബന്ധിച്ചാണ് ഗുരു ദൈവമാണോ എന്ന ചോദ്യം തന്നെ പ്രസക്തമായി വരുന്നത്. എന്നാൽ നാരായണ ഗുരു നമ്മെ പഠിപ്പിക്കുന്ന ദൈവം എന്ന സത്ത ഈ പറഞ്ഞ നിലവാരത്തിലുള്ള ഒന്നുമേ അല്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ലതാനും. അത് എന്താണ് എന്ന വിഷയത്തിലുള്ള അറിവില്ലായ്മയോ വ്യക്തതയില്ലായ്മയോ മനസ്സിലാകായ്മയോ ഒക്കെ കാരണമായാണ് ഇത്തരം ചോദ്യങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കുമൊക്കെ എത്തപ്പെടുന്നത് എന്ന് പറയാം. ഇനി നമുക്ക് നാരായണ ഗുരു എങ്ങനെയാണ് ദൈവം എന്ന സത്തയെ പരിചയപ്പെടുത്തുന്നത് എന്ന് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് ചേരും വിധം ചുരുക്കത്തിൽ ലളിതമായി പറഞ്ഞാൽ, നമ്മളും നമ്മൾ വസിക്കുന്ന ഈ പ്രപഞ്ചവും അതിലെ പരിണാമവും നമ്മുടെ എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും എന്ന് വേണ്ട സകലതുമായി തീർന്നിരിക്കുന്നത് ഏതെന്നാണോ ആ അധിഷ്ഠാനത്തിന് പറയുന്ന പേരാണ് ദൈവം. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ അധിഷ്ഠാനത്തിന് പറയുന്ന പേരാണ് ദൈവം. ആ സത്തയല്ല ദൈവം, ആ സത്തയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ദൈവം എന്ന കാര്യം മനസ്സിലോർത്ത് വെച്ചുകൊള്ളണം. ദൈവം എന്ന ആ സത്ത എങ്ങനെ എന്ന് ഒരു ഉദാഹരണം വഴി പറഞ്ഞാൽ, എല്ലാ ആഭരണങ്ങളും ആയിത്തീർന്നിരിക്കുന്ന അധിഷ്ഠാന സത്ത എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് സ്വർണമാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ വേണം മനസ്സിലാക്കാൻ. അതായത് തൻ്റെ രൂപത്തിലും അതോടൊപ്പം തനിക്ക് പുറത്ത് ബാഹ്യപ്രപഞ്ചമായും ആയിത്തീർന്നിരിക്കുന്ന സത്ത ഏതാണോ ആ പൊരുളാണ് ദൈവം അഥവാ ഈശ്വരൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന സത്ത. ഗുരുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, തന്നുരുവിലുമൊത്ത് പുറത്തു മുജ്ജ്വലിക്കും കരു. ഇതാണ് ഗുരുവിൻ്റെ പാഠനങ്ങളിലുള്ള പല വിശദീകരണങ്ങളിൽ ലളിതമായ ഒരു വിശദീകരണം. ഈ നിർവചനത്തെ പശ്ചാത്തലമാക്കി വെച്ചുകൊണ്ട് വേണം ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഗുരു ദൈവമാണ് എന്ന് പറയുമ്പോൾ രണ്ട് കോണ്ടക്സ്റ്റുകളിൽ അതിനെ മനസ്സിലാക്കി അറിയാനുള്ള സാധ്യതയാണ് ഒരാളുടെ മുമ്പിലുള്ളത്. ഇതിൽ ആദ്യത്തേത് തെറ്റും രണ്ടാമത്തേത് ശരിയുമാണ്. ഇതിൽ ഏത് കോണ്ടക്സ്റ്റിൽ നിന്ന് പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിലെ ശരി തെറ്റുകൾ ഇരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സന്ദർഭത്തിൽ നാമരൂപാധിഷ്ഠിതമായി ഗുരുവിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിഞ്ഞിട്ട് അപ്രകാരത്തിൽ അറിഞ്ഞ ഗുരുവിനെ ദൈവം എന്ന് മനസ്സിലാക്കുന്നതാണ് ഒന്നാമത്തെ കോണ്ടക്സ്റ്റ്.
ഈ കോണ്ടെക്സ്റ്റിലാണ് ഗുരുവിനെ ദൈവം എന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ അത് തികച്ചും തത്വവിരോധമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് തെറ്റുമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇനി രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് ഗുരുവിനെ ഗുരുവിൻ്റെ നാമരൂപാദികൾക്ക് അതീതമായി തത്വപരമായി മനസ്സിലാക്കുന്ന ഇടമാണ്. ഈ കോണ്ടെക്സ്റ്റിൽ ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞാൽ അത് ഗുരുവാക്യത്തിന് വിരുദ്ധമാകാതിരിക്കുകയും അതിൽ തെറ്റില്ലാതിരിക്കുകയും ചെയ്യും. ഒന്നാമത്തെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ തെറ്റ് സംഭവിക്കുന്നു എന്നും രണ്ടാമത്തെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അത് ശരിയായി വരുന്നു എന്നും നമുക്ക് നോക്കാം. ഗുരുവിനെ ദൈവം എന്ന് കരുതുന്ന ആളാണ് നിങ്ങളെങ്കിൽ തെറ്റായ കോണ്ടെക്സ്റ്റിലാണോ അതോ ശരിയായ കോണ്ടെക്സ്റ്റിലാണോ തൻ്റെ മനസ്സിലാക്കൽ നടന്നിട്ടുള്ളത് എന്നും സ്വയം പരിശോധിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ കോണ്ടെക്സ്റ്റിലേക്ക് പ്രവേശിക്കാം. ഈ പടത്തിൽ കാണുന്ന ഈ രൂപത്തോടും ഈ പേരോടും കൂടിയ ഗുരുവാണ് ദൈവം എന്ന് വൈകാരിക ഭക്തിയാൽ വിശ്വസിച്ച് പറഞ്ഞു പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ നാമത്തോടും രൂപത്തോടും കൂടിയ ആ കാണുന്ന ഗുരുവാണ് ദൈവം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്കിൽ ഈ സന്ദർഭത്തിൽ അത് തികച്ചും തെറ്റാണ്. അത് മറ്റൊരാൾ പ്രഭാഷണങ്ങളിലൂടെയോ അല്ലാതെയോ ഒക്കെ തെറ്റായി പറഞ്ഞു തന്നതോ തെറ്റ് വായിച്ച് മനസ്സിലാക്കിയതോ വായിച്ചതിനെ തെറ്റായി മനസ്സിലാക്കിയതോ ഗുരുവിൻ്റെ ദർശനവുമായുള്ള പരിചയക്കുറവോ ഒക്കെ ഈ തെറ്റിന് കാരണമാകാം. ഭൂരിഭാഗം ഗുരുഭക്തരും ഇത്തരത്തിൽ നാമരൂപാധിഷ്ഠിതമായി ഗുരുതത്വത്തെ മനസ്സിലാക്കി വെറും വൈകാരിക ഭക്തിയുടെ കോണ്ടെക്സ്റ്റിലാണ് ഗുരു ദൈവമാണ് എന്ന് പറയുന്നത്. ആ തെറ്റിനെ ഗുരു പഠിപ്പിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അടുത്ത് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഗുരുവിനെ അറിയുന്നത് ഇന്ന നാമത്തോടും ഇന്ന രൂപത്തോടും കൂടിയ ആ പടത്തിൽ കാണുന്ന ആൾ എന്ന നിലവാരത്തിൽ നാമരൂപ അധിഷ്ഠിതമായി ആയിരിക്കും. ഇതിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ തെറ്റ്. ആ തെറ്റ് എന്താണ് എന്നറിയാൻ ദൈവം എന്ന സത്തയുടെ അനന്തത്വം അല്ലെങ്കിൽ അനന്തത എന്ന സ്വഭാവത്തെപ്പറ്റി അല്പം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യം അനായാസം മനസ്സിലാക്കാൻ അതിലൂടെ നമുക്ക് വേഗം കടന്നു പോകാം. നമ്മൾ കണ്ടു ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത് ഏതൊരു സത്യമാണോ അതാണ് ദൈവമെന്ന്. നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം അനന്തമാണ്. അതായത് എവിടെ തുടങ്ങുന്നു എന്നോ അവസാനിക്കുന്നു എന്നോ പറയാൻ സാധ്യമല്ല. അപ്പോൾ അനന്തം ആയിരിക്കുന്ന ഒരു വസ്തുതയാണ് പ്രപഞ്ചം. എവിടെയൊക്കെ സ്വർണ്ണാഭരണങ്ങളുണ്ടോ അവിടെയൊക്കെ സ്വർണ്ണാഭരണങ്ങളായി നിറഞ്ഞ് സ്വർണമെന്ന സത്യമുണ്ടായിരുന്നേ മതിയാകൂ. അതുപോലെ തന്നെ അനന്തമായിരിക്കുന്ന പ്രപഞ്ചമായി തീർന്നത് ഏതൊരു സത്യവസ്തുവാണോ ആ സത്യവും അനന്തമായിരുന്നേ മതിയാകൂ. അതായത് അതിന് ദേശപരിമിതി ഉണ്ടായിക്കൂടാ എന്ന് വെച്ചാൽ ഇന്നിടത്തു തുടങ്ങി ഇന്നിടത്ത് അവസാനിക്കുന്ന പരിമിതമായത് എന്ന നിലയിൽ ആകാൻ പാടില്ലാത്തതാണത്. അങ്ങനെയിരിക്കെ ആ ഫോട്ടോയിൽ കാണുന്നയാളാണ് അല്ലെങ്കിൽ ആ നടന്നു പോകുന്നയാളാണ് ദൈവം എന്ന് ഒരാൾ പറയുമ്പോൾ എന്ത് ദോഷമാണ് സംഭവിക്കുന്നത്? ഇത് എന്ന നിലയിൽ നമ്മൾ ഏതൊന്നിനെ അറിഞ്ഞാലും നമ്മൾ അതിൻ്റെ തുടക്കവും ഒടുക്കവും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിമിതമാണ്. ഉദാഹരണത്തിന് ഒരു ആളെയാണ് നാം അറിയുന്നത് എങ്കിൽ അതിനും ഒരു തുടക്കവും ഒടുക്കവും ഉണ്ടാകും. രൂപത്തോടും നാമത്തോടും കൂടിയ ഒരാളെ നാം ദൈവമായി സങ്കല്പിക്കുകയോ കരുതുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ആളെ നമുക്ക് പാദാദികേശം അല്ലെങ്കിൽ പാദം മുതൽ ശിരസിൻ്റെ അഗ്രത്തെ മുടി വരെയാണ് അറിയാൻ കഴിയുക. ആ നിലയിൽ ഇന്ന രൂപത്തോടും ഇന്ന നാമത്തോടും കൂടിയ ഇന്നാര് എന്ന നിലയിലാണ് അവിടെ അറിയൽ പ്രക്രിയ നടക്കുക. അതായത് നമ്മുടെ അറിവിന് വിഷയമാകുന്നതെല്ലാം ഇന്നടത്ത് തുടങ്ങി ഇന്നടത്ത് അവസാനിക്കുന്നതാണ്. അപ്പോൾ ദൈവം എന്ന അധിഷ്ഠാന സത്തയെ ഇന്നയാൾ അല്ലെങ്കിൽ ഇന്നത് എന്ന നിലയിൽ നോക്കിക്കണ്ടാൽ ആ പരമമായ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്മൾ മുന്നേ കണ്ട അനന്തത്വം എന്ന ഗുരു പഠിപ്പിക്കുന്ന സ്വഭാവം നഷ്ടപ്പെടുന്നു. അപ്പോൾ അനന്തത്വം നഷ്ടപ്പെടുന്നതോടെ അത് അനന്തമായ സത്ത അല്ലാതായി തീരും.
അപ്പോൾ ഗുരു പഠിപ്പിക്കുന്ന അനന്തമായ ദൈവം എന്നതിന് വിരുദ്ധമായി പോകും നമ്മുടെ മനസ്സിലാക്കൽ. ഈ ദോഷം അവിടെ സംഭവിക്കും. അതോടെ നമ്മൾ മനസ്സിലാക്കിയത് ഗുരുവാക്യവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവും തത്വവിരുദ്ധവുമായി വരും. അതുകൊണ്ട് അത് തികച്ചും അസത്യം തന്നെയാകും. ഇത് ആദ്യത്തെ കോണ്ടക്സ്റ്റിൽ ഗുരുവിനെ നാമരൂപാധിഷ്ഠിതമായി അറിഞ്ഞ് അതാണ് ദൈവം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ കടന്നുകൂടുന്ന ഒന്നാമത്തെ തെറ്റാണ്. ഇനി ഒന്നാമത്തെ കോണ്ടക്സ്റ്റിൽ വരുന്ന മറ്റൊരു തെറ്റ് ചൂണ്ടിക്കാട്ടാം. ആ കാണുന്ന രൂപത്തോടും പേരോടും കൂടിയ ആളാണ് ഗുരു എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു ദോഷം കൂടി സംഭവിക്കും. ആ പടത്തിൽ കണ്ടു മനസ്സിലാക്കിയത് ഗുരുവിൻ്റെ ശരീരത്തെയാണ്. ശരീരത്തിന് ജനനവുമുണ്ട്, നാശവുമുണ്ട്. ദൈവം എന്ന സത്ത നാശമില്ലാത്തതാണ്. ഒരു സമയത്ത് ജനിച്ച് ഉണ്ടായി നിലനിന്ന് ഒരു സമയത്ത് നശിക്കുന്നതാണ് ശരീരം. അങ്ങനെയിരിക്കെ നാശമുള്ളതിനെ എപ്രകാരമാണ് ദൈവമെന്ന് പറയുക? അങ്ങനെ പറഞ്ഞാൽ അത് ശാസ്ത്രവിരുദ്ധമായി പോകും. ഇത് നാമരൂപാധിഷ്ഠിതമായി കണ്ട ഗുരുവിനെ ദൈവം എന്ന് മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു ദോഷമാണ്. ഇനി മറ്റൊരു തെറ്റുകൂടി ചൂണ്ടിക്കാട്ടാം. ദൈവം എന്ന സത്ത അനന്തമാണ് എങ്കിലും അതിനെ അറിയുന്ന സന്ദർഭത്തിൽ സത്യം എന്ന നിലയിൽ പുറത്തേക്ക് നോക്കി അതിനെ ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. അകത്തേക്ക് നോക്കി മാത്രമേ അതിനെ അറിയാനാകൂ എന്ന് ഗുരു പഠിപ്പിക്കുന്നു. ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തു മുജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതിടേണം. പരമമായ സത്യത്തെ പുറത്തേക്ക് നോക്കി കണ്ടെത്താൻ പറ്റുകയേയില്ല. അതിനെ കണ്ടെത്താൻ അകത്തേക്ക് നോക്കി ആത്മാന്വേഷണം ചെയ്തു മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഗുരു തീർത്തു പറയുന്നു. അപ്പോൾ ബാഹ്യമായി നമ്മൾ നാമത്തോടും രൂപത്തോടും അറിയുന്നതൊക്കെ ആ പരമമായ സത്യമേ അല്ല, ആ സത്യത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ് അത്. അപ്പോൾ പുറത്തേക്ക് നോക്കി ഗുരുവിൻ്റെ നാമവും രൂപവും കണ്ടിട്ട് ഞാൻ ദൈവത്തെ കണ്ടു, അറിഞ്ഞു, അറിയാം എന്ന് പറഞ്ഞാൽ അതും ഗുരുവാക്യത്തിനും ശാസ്ത്രത്തിനും വിരുദ്ധമാകും. അതുകൊണ്ട് തന്നെ അത് അസത്യവും തെറ്റുമാകും. അതുതന്നെയാണ് നേതം യതിതം ഉപാസതേ എന്ന് പറയുന്നത്. ഇത് എന്ന തരത്തിൽ, അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു വിഷയം എന്ന തരത്തിൽ നീ ഉപാസിക്കുന്നതോ അറിയുന്നതോ ഒന്നും പരമമായ സത്യമേ അല്ല എന്ന്. ഒന്നാമത്തെ കോണ്ടക്സ്റ്റിൽ നാമരൂപാധിഷ്ഠിതമായി മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു തെറ്റിനെ ചൂണ്ടിക്കാട്ടാം. ഗുരു പറയും, ഏതൊരു വസ്തുവിനെയും നമ്മൾ അറിയുമ്പോൾ ആ വസ്തുവിൻ്റെ ഗുണങ്ങളെയാണ് വാസ്തവത്തിൽ അറിയുന്നത്. അല്ലാതെ ഏതൊന്നിനാണോ ആ ഗുണങ്ങൾ കൈവന്നത് അതിനെ അല്ല എന്ന്. ഗുരു പറയും, അറിവത് ധർമ്മിയെയല്ല ധർമ്മമാം, ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ എന്ന്. ഗുരുവിൻ്റേതായി നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ട രൂപം, നിറം, പേര് എന്നിവയൊക്കെ ഗുരുവിൻ്റെ ദൃശ്യമായ ഗുണങ്ങൾ മാത്രമാണ്. ഈ ഗുണങ്ങളെയാണ് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയുക. ഏതൊരു സത്യമാണോ ഈ ഗുണങ്ങളായി തീർന്നിരിക്കുന്നത് അതാണ് ഗുണി. ഗുണിയില്ലാതെ ഗുണങ്ങൾ ഉണ്ടാവുകയില്ല. ഗുരുവിൻ്റെ നാമവും രൂപവും കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നത് ഗുരു എന്ന ഗുണിയുടെ ഗുണങ്ങൾ മാത്രമാണ്. ഏതൊരു ദൈവം എന്ന അധിഷ്ഠാന സത്തയായ ഗുണിയാണോ ഗുരുവിൻ്റെ രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്തത് അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. പടത്തിൽ കാണുന്ന ഗുരുവിൻ്റെ നാമം, രൂപം തുടങ്ങിയ ഗുണങ്ങളെ കണ്ട് ഗുണിയായി അല്ലെങ്കിൽ ദൈവമായി തെറ്റിദ്ധരിക്കുന്നു എന്ന തെറ്റ് ഇവിടെയും സംഭവിക്കുന്നു. ഇത് ഗുരുവിൻ്റെ നാമരൂപങ്ങളെ കണ്ട് ദൈവമാണ് എന്ന് ധരിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു തെറ്റാണ്. ഇനി സാമാന്യമായ ഈ തെറ്റിൻ്റെ മറ്റൊരു രസകരമായ വസ്തുത കൂടി പറയാം. ഇത് ദാർശനികമല്ല, വെറും സാധാരണമാണ്. ഇന്ത്യയിലെ തന്നെ ഒരു 500-600 കിലോമീറ്റർ അകലത്തിൽ പല പല സ്ഥലങ്ങളിൽ അവിടുത്തെ ആളുകൾ ദൈവം എന്ന് ഉറച്ച് ആരാധിച്ചു പോരുന്ന വ്യത്യസ്തരായ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഷിർദി സായി ബാബ, സദ്ഗുരുനാഥർ, നിത്യാനന്ദ ഭഗവാൻ, അങ്ങനെ അനേകം ചെറുതും വലുതുമായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. വടക്കേ ഇന്ത്യയിലെ ഒരു മനുഷ്യൻ
ഒരാളുടെ പടം എടുത്തു കാണിച്ചിട്ട് നമ്മോട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അയാൾ ഇങ്ങനെ പറയുന്നു എന്നിരിക്കട്ടെ, ദാ ഈ ഫോട്ടോയിൽ കാണുന്ന ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണ് ദൈവം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഉള്ളിൽ ചിരി തോന്നും. ഏത് ദേശത്തുള്ള ആളായിരുന്നാലും ശരി, അയാളുടെ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ ദൈവം എന്ന് കരുതി ആരാധിക്കുന്ന ആളുടെ ഫോട്ടോ ഒരു 500 കിലോമീറ്റർ അപ്പുറത്തുള്ള നാട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഇതൊക്കെ തന്നെയാകും സ്ഥിതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. ഈ മുണ്ടും തോർത്തും ഉടുത്ത് നിൽക്കുന്ന ഈ ആളാണ് ദൈവം എന്ന് മറ്റൊരു നാട്ടിൽ പോയി പറഞ്ഞാലും ഇതുതന്നെയാകും സ്ഥിതി. നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന ദൈവം എന്ന സത്ത എന്താണ് എന്ന് പഠിക്കാതെയും അറിയാതെയും ഇരിക്കുകയും കേവലം തീവ്ര വൈകാരിക ഭക്തിക്കുപ്പായം എടുത്തിട്ട് നടക്കുകയും ചെയ്യുന്ന നിലവാരത്തിലുള്ള ആളുകളിൽ സംഭവിക്കുന്ന ദോഷങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ഗുരു ഈക്വൽ ടു ദൈവം എന്ന പരാമർശം ശരിയായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ഗുരുവിൻ്റെ നാമത്തെയും രൂപത്തെയും അധിഷ്ഠാനമാക്കിയുള്ള മനസ്സിലാക്കൽ അല്ല എന്ന കാര്യം ആദ്യം തന്നെ അടിവരയിട്ട് പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അറിവിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു മനസ്സിലാക്കലാണ്. ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞാൽ ശരിയായി വരുന്ന ഒരു ഇടം ഇതാണ്: പരമാത്മാവല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന ഗുരുവിൻ്റെ ഉപദേശവാക്യവും സർവം ഖലിതം ബ്രഹ്മ അഥവാ സർവവും ബ്രഹ്മം തന്നെയാണ്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്നൊക്കെ ഗുരുവിനാൽ രചിക്കപ്പെട്ട പ്രാർത്ഥനയിൽ പാടിയും പറഞ്ഞുമൊക്കെ കുറേ ആളുകൾക്കെങ്കിലും പരിചയമുണ്ടാകും. ഇവിടെ പരമാത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരൻ, ബ്രഹ്മം അല്ലെങ്കിൽ അധിഷ്ഠാന സത്ത, ദൈവം എന്നൊക്കെ പറയുന്ന ഒരേ കാര്യത്തെ തന്നെയാണ്. ഇവിടെ എന്തെല്ലാമുണ്ടോ, ഓരോ മണൽത്തരി പോലും അല്ലെങ്കിൽ പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെ, അല്ലെങ്കിൽ എന്തെല്ലാം ദൃശ്യമായി കാണുന്നുവോ അതെല്ലാം ആയിത്തീർന്നിരിക്കുന്ന ഒരേ ഒരു അധിഷ്ഠാന സത്യമാണ് ദൈവമെന്ന സത്ത. സകലതും ബ്രഹ്മം അഥവാ ദൈവം എന്ന സത്യത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ആയിത്തീരൽ മാത്രമാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തിൻ്റെ അഥവാ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അല്ലാത്തതായി ഇവിടെയും എവിടെയും ഒന്നുമില്ല. ഈ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനിൽ പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതായത് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ, അതിൽപ്പെട്ട മറ്റൊരാളാണ് നിങ്ങൾ, അതിൽപ്പെട്ട മറ്റൊരാളാണ് ഗുരു. അങ്ങനെ സകലതും ആ അർത്ഥത്തിൽ അധിഷ്ഠാന സത്തയിൽ നാമരൂപങ്ങൾക്ക് അതീതമായി സകലതും ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന സത്യമാണ്. ആ അർത്ഥത്തിൽ അതറിഞ്ഞ് മനസ്സിലാക്കി ഗുരുവും ദൈവമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ അർത്ഥത്തിൽ നമ്മളും ദൈവമാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് എന്നതാണ് അതിൻ്റെ മറുവശം. ഈ കാര്യം മറന്നു പോകരുത്. നമ്മൾ അജ്ഞാനം മൂലം ഇത് അറിയുന്നില്ല എന്നേയുള്ളൂ. ഈ കാര്യമാണ് ത്വം ഹി ബ്രഹ്മ അഥവാ നീയും ബ്രഹ്മം തന്നെയാണ് എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊരു വിഷയം. ഇനി ഗുരു ദൈവമാണ് എന്ന പരാമർശം ശരിയായി വരുന്ന മറ്റൊരു ഇടം കൂടി പറയാം. നാരായണ ഗുരുവാകട്ടെ തൻ്റെ തപസ്സിലൂടെ തൻ്റെയും സർവത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന ദൈവം എന്ന സത്തയെ തന്നിൽ തന്നെ സ്വയം അനുഭവത്തിൽ ദർശിച്ച ആളാണ്. ഗുരു തൻ്റെ സ്വരൂപം ബ്രഹ്മം അഥവാ ദൈവം തന്നെയാണ് എന്ന് അനുഭവത്തിൽ അറിഞ്ഞു. ഗുരുവിൻ്റെ സ്വരൂപം മാത്രമല്ല, നമ്മളുടെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും സകല ചരാചരങ്ങളുടെയും സ്വരൂപം ആഴത്തിൽ അന്വേഷിച്ചറിയുമ്പോൾ ദൈവീകത അഥവാ ദൈവം എന്ന സത്ത മാത്രമാണ് എന്ന രഹസ്യം കൂടി ഗുരു വെളിപ്പെടുത്തി. അങ്ങനെ സ്വയം അറിഞ്ഞു കഴിഞ്ഞ ആ നിമിഷം മുതൽ താനും ബ്രഹ്മം തന്നെ എന്ന അനുഭവമായിരിക്കും അങ്ങനെ അറിഞ്ഞയാളിൽ പ്രകാശിക്കുക. താൻ അഖണ്ഡമായ ആ ബോധം തന്നെ എന്ന ഉണർവാണത്.
ഒരേ സമയം സകല നാമരൂപങ്ങളുമായി പ്രകാശിക്കുന്ന ആ പരമമായ സത്തയിൽ താൻ ഒന്നായിരിക്കുന്നു എന്ന അനുഭവമണ്ഡലത്തിലേക്ക് ഉണർന്ന സുകൃതി എന്ന പശ്ചാത്തലത്തിലാണ് ഗുരുസ്തോത്രത്തിൽ ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു ശിവനാണ്, ഇതിനെല്ലാം അപ്പുറത്തുള്ള പരമമായ സത്യം അഥവാ ബ്രഹ്മം കൂടിയാണ് ഗുരു എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പറയും ഗുരുരാതിരനാദിച്ഛ ഗുരു പരമദൈവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന്. അതിനർത്ഥം ഗുരു അനാദിയും സകല ജഗത്തിനും ആദികാരണവുമാണ്. ഗുരു തന്നെയാണ് പരമമായ ദൈവതം. ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഈ കോണ്ടക്സ്റ്റിൽ തന്നെയാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിഞ്ഞയാൾ ബ്രഹ്മം തന്നെ എന്നൊക്കെ പറയുന്നത്. ഈ കോണ്ടക്സ്റ്റിൽ വെച്ച് വേണം ഗുരുവിൻ്റെ ചില ശിഷ്യന്മാർ ഗുരുവിനെ ദൈവമായി വാഴ്ത്തുന്നതിനെ മനസ്സിലാക്കാൻ. ഈ കോണ്ടക്സ്റ്റിൽ ഗുരുവിനെ നാമരൂപങ്ങൾക്കപ്പുറത്ത് അധിഷ്ഠാന സത്തയായ ദൈവം എന്ന നിലയിൽ മനസ്സിലാക്കിയുള്ള വാഴ്ത്തുകളാണ് അതൊക്കെ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റായ പല ധാരണകളും നമ്മുടെ മനസ്സിൽ സംഭവിക്കും. ഒരിക്കൽ വേൽ എടുത്തു മാറ്റി ഗുരുവിൻ്റെ പാദുകം വച്ച് പൂജിച്ച ഒരു ഭക്തനോട് പാദുകം നാം ആകാമെങ്കിൽ എന്തുകൊണ്ട് വേൽ നാം ആയിക്കൂടാ എന്ന് ഗുരു ചോദിച്ച ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടെ എങ്ങും വ്യാപിച്ചു നിറഞ്ഞ് എല്ലാമായിരിക്കുന്ന അഖണ്ഡമായ ബോധപശ്ചാത്തലത്തിൽ ജ്ഞാനപരമായി ഗുരുതത്വത്തെ മനസ്സിലാക്കിയാലേ ശരിയായ രീതിയിലുള്ള മനസ്സിലാക്കൽ നടക്കുകയുള്ളൂ. ഇനി ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയായി വരുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റ് പറയാം. ഗുരു പറയും, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും അറിവായി നാം ഇപ്രകാരം പ്രകാശിക്കുക തന്നെ ചെയ്യും. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ നാം എന്താണ് എന്ന് ഗുരു പറയുകയാണ്. അതിങ്ങനെയാണ്: അറിവിനറിവായി നിന്ന് ഏതറിയിക്കുന്നിങ്ങ് നാം അതായിടും. ഇനി മറ്റൊരു സ്ഥലത്ത് ഗുരു പറയുന്നു, നാമും ദൈവവും ഒന്നായി പോകുന്നു. ഇനി നമുക്ക് വ്യവഹരിക്കുന്നതിന് സാധ്യമല്ല. ഇത്തരത്തിൽ ഗുരു പഠിപ്പിക്കുന്നത് എന്ത് എന്ന് വ്യക്തമായി ഗ്രഹിച്ചിട്ട് നാമരൂപ ഉപാധികൾക്കപ്പുറത്ത് ആത്മതത്വമായി പ്രകാശിക്കുന്ന സത്യത്തെ ഗുരുവായി അറിയുകയും അത് ദൈവതത്വം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞാൽ അത് 100% തത്വത്തിന് നിരക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയും ആയിരിക്കും. ഇത് നാരായണ ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞാൽ ആ പരാമർശം ശരിയായി വരുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റാണ്. ഗുരു ദൈവമാണ് എന്ന് പറയുമ്പോൾ അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ സന്ദർഭവും തെറ്റാണ് എന്ന് പറഞ്ഞ സന്ദർഭവും നല്ല വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ തൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ തനിക്ക് ഗുരുലാഭത്തിലൂടെ സംഭവിക്കേണ്ടിയിരുന്ന അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തുന്നതിന് ഈ തെറ്റായ മനസ്സിലാക്കൽ ഒരു കാരണമായേക്കാം. ഗുരു നമ്മോട് പറയുന്നത് ഗുരുവായ ഞാൻ ദൈവവും നീ ജഡവും എന്നല്ല. ഗുരു ആവശ്യപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഈശ്വരീയത ഗുരുവായ എന്നിൽ നിങ്ങൾ കണ്ടെത്തൂ എന്നല്ലേയല്ല. നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നതിന് തിരിച്ചാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഗുരുവിൻ്റെ ഈശ്വരീയത എന്ന വിഷയം ചർച്ച ചെയ്ത് ഗുരുവിൽ ഈശ്വരീയത കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ഗുരുവിൻ്റെ ഈശ്വരീയതയല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഈശ്വരീയതയാണ്. നിങ്ങൾ ഈശ്വരീയത കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് പുറത്ത് അറിവിന് വിഷയമായിരിക്കുന്ന ഏതെങ്കിലും ഒന്നിലോ അതിലൊന്നായ ഗുരുവിലോ ഒന്നുമല്ല. പിന്നെ എവിടെയാണ്? ഗുരു പറയും, സർവ്വതിനും അധിഷ്ഠാനം ദൈവം എന്ന സത്ത മാത്രമായതിനാൽ നിൻ്റെയും അധിഷ്ഠാനം ദൈവം എന്ന സത്ത മാത്രമാണ്. അതുകൊണ്ട് നീ നിന്നിലേക്ക് അന്തർമുഖമായി ആഴ്ന്ന് നിൻ്റെ സത്തയിൽ നിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന
ഈശ്വരീയത കണ്ടെത്തി അതിൽ അമർന്ന് ആ സത്യമായി ജീവിക്കാനാണ്. ഇതാണ് ഗുരു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഗുരു ആത്മോപദേശ ശതകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആദ്യ ശ്ലോകത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യമാണ്. എടുത്തു നോക്കാവുന്നതാണ്. ഈ അറിവിനെ ജ്ഞാനം എന്നാണ് പറയുക. അതുകൊണ്ട് ഗുരുവിനെ ഒരാൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ ഇടം ഗുരുവിൽ നിന്ന് ഈ അമൂല്യമായ അറിവ് സ്വീകരിക്കുക എന്നത് മാത്രമാണ്. ഈ അമൂല്യമായ ജ്ഞാനം കൂടാതെ ഗുരുവിൽ നമുക്ക് കണ്ടെത്താവുന്ന ബാക്കിയുള്ളതെല്ലാം വെറും തുച്ഛം. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ ആധികാരിക പ്രമാണങ്ങളിലൂടെയും രേഖകളിലൂടെയും ലോകത്തിന് മുമ്പിൽ താൻ ഗുരുവാണ് എന്ന് തന്നെയാണ് തൻ്റെ ഐഡൻറ്റിറ്റി ഗുരു വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യവും വിസ്മരിക്കരുത്. രണ്ടാമത്, ഗുരു ദൈവമാണ് എന്ന് പറയുമ്പോൾ അതിൽ തെറ്റില്ലാതെ മനസ്സിലാക്കേണ്ടത് തത്വപരമായി ഏത് കോണ്ടക്സ്റ്റിലാണ് എന്നും വകതിരിച്ച് മനസ്സിലാക്കി. ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ അന്വേഷകൻ്റെ ജീവിതത്തിൽ ഗുരുവിന് നമ്മെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക എന്നതും നമ്മൾ ഇതിനോട് ചേർത്ത് കണ്ടു കഴിഞ്ഞു. ഇനി ഗുരു ദൈവമാണ് എന്നുള്ള തൻ്റെ മനസ്സിലാക്കലിൽ താൻ തെറ്റായ കോണ്ടക്സ്റ്റിലാണോ അതോ ശരിയായ കോണ്ടക്സ്റ്റിലാണോ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് സ്വയം ആലോചിച്ച് കണ്ടെത്തുക. തെറ്റായ ഇടത്താണ് താൻ നിൽക്കുന്നത് എങ്കിൽ ശരിയായ ഇടത്തേക്ക് മാറി നിൽക്കുക. ഗുരു ദൈവമാണോ അല്ലയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മേൽ വിശദീകരിച്ച വിഷയങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വിഷയം ചുരുക്കുന്നു. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.